ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന. പ്രധാന വാർത്തകൾ. PM ജന്മൻ പദ്ധതിക്ക് കീഴിൽ 1 ലക്ഷം ഗുണഭോക്താക്കൾക്കുള്ള ഭവന നിർമ്മാണ സഹായത്തിന്റെ ആദ്യ ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യുന്നു. രാജ്യം ഇന്ന് 76ാമത് കരസേനാ ദിനം ആചരിക്കുന്നു. സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സൈന്യം നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് രാഷ്ട്രപതി. തളരാത്ത അർപ്പണബോധമാണ് സൈനികരുടെ ധീരതയുടെ തെളിവെന്ന് പ്രധാനമന്ത്രി. സഹകരണ സ്ഥാപനങ്ങൾ തമ്മിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക പദ്ധതിക്ക് രാജ്യവ്യാപകമായി ഇന്ന് തുടക്കം. മകരവിളക്കും മകരജ്യോതിസും കാണുന്നതിനായി ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ തിരുവനന്തപുരത്ത് ഇന്ന് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി ജൻജാതീയ ആദിവാസി ന്യായ മഹാ അഭിയാന് കീഴിലുള്ള PM ആവാസ് യോജന ഗ്രാമീണ പദ്ധതിക്ക് കീഴിലെ 1 ലക്ഷം ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യുന്നു. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ചടങ്ങ്. പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായും പ്രധാനമന്ത്രി ഇപ്പോൾ സംവദിക്കുകയാണ്. രാജ്യത്തെ ഗോത്രവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമം ലക്ഷ്യമിട്ടാണ് 2023 നവംബർ 15 പദ്ധതിക്ക് തുടക്കമായത്. ഏകദേശം 24,000 കോടി രൂപയാണ് പദ്ധതിക്കായുള്ള ബജറ്റ് വിഹിതം. 9 വിവിധ മന്ത്രാലയങ്ങളുടെ പിന്തുണയോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. രാജ്യം ഇന്ന് 76ാമത് കരസേനാ ദിനം ആചരിക്കുന്നു. ഉത്തർപ്രദേശിലെ ലക്നൌ ഗൂർഖ റൈഫിൾഡ് റെജിമെന്റൽ സെന്ററിൽ നടന്ന പരേഡിൽ സേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ അഭിവാദ്യം സ്വീകരിച്ചു. ഇന്ത്യൻ സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ജനറൽ മനോജ് പാണ്ഡെ പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷങ്ങൾ പൂർത്തിയാകുമ്പോഴേക്കും ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കരസേനാ ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ആശംസകൾ നേർന്നു. രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യൻ സൈന്യം നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് സായുധ സേനയുടെ പരമോന്നത മേധാവി കൂടിയായ രാഷ്ട്രപതി പറഞ്ഞു. സംഘർഷങ്ങൾ, കലാപം, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ദേശീയ ദുരന്തങ്ങൾ എന്നിവയിൽ ഇന്ത്യൻ സൈന്യം എല്ലായ്പ്പോഴും വൈദഗ്ധ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രസേവനത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീരസൈനികർക്കും രാഷ്ട്രപതി ആദരാഞ്ജലി അർപ്പിച്ചു. കടമ, അച്ചടക്കം, ധൈര്യം എന്നിവയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിബദ്ധത സമാനതകളില്ലാത്തതാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പറഞ്ഞു. സൈനികരുടെ അസാധാരണ ധീരതയെയും ത്യാഗത്തെയും രാജ്യം ബഹുമാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമ പോസ്റ്റിൽ അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മേഘാലയ അസം സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ന് മേഘാലയ ഗെയിംസ് ടുറയിലെ PS സാങ്മ സ്റ്റേഡിയത്തിൽ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. നാളെ ബാൽജക് വിമാനത്താവളത്തിൽ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. പുതിയ സംയോജിത ഓഫീസ് സമുച്ചയത്തിന് വെർച്വൽ രീതിയിൽ തറക്കല്ലിടുകയും ചെയ്യും. തുടർന്ന് മൌഫ്ലിംഗിലെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി നവീകരിച്ച റോഡ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ന് മകരസംക്രാന്തി, പൊങ്കൽ, മാഘ് ബിഹു എന്നിവ ആഘോഷിക്കുന്നു. ഉത്സവങ്ങളോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ആശംസകൾ നേർന്നു. ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്കുള്ള സൂര്യന്റെ സഞ്ചാരത്തിന് ആരംഭം കുറിക്കുന്ന ദിവസമാണ് മകരസംക്രാന്തിയായി ആഘോഷിക്കുന്നത്. രാജ്യത്തിന്റെ മിക്ക സംസ്ഥാനങ്ങളിലും മകരസംക്രാന്തി വിവിധ പേരുകളിൽ ആഘോഷിക്കുന്നു. കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട അസമിന്റെ ദേശീയ ഉത്സവമാണ് ബിഹു. അസമിലെ പുതുവത്സര ദിനമാണിത്. മനുഷ്യനും പ്രകൃതിയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ ആദരിക്കുന്ന, ഊട്ടിയുറപ്പിക്കുന്ന ഉത്സവമായ പൊങ്കൽ തമിഴ്നാട്ടിലാണ് പ്രധാനമായും ആഘോഷിക്കുക. കേരളത്തിലും തമിഴ് വംശജർ ഏറെയുള്ള മലേഷ്യയിലും സിംഗപ്പൂരിലും പൊങ്കൽ ആഘോഷിക്കുന്നു. തൈമാസത്തിന്റെ തുടക്കത്തിൽ 4 ദിവസമായാണ് പൊങ്കൽ ആഘോഷിക്കുക. ഇന്ന് തൈപ്പൊങ്കലാണ്. തുടർന്ന് മാട്ടുപൊങ്കലും സൂര്യപ്പൊങ്കലും കാണപ്പൊങ്കലും ആഘോഷിക്കും. എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ ഏകമനസ്സോടെ ആഘോഷിക്കുന്ന കാർഷികോത്സവമാണിത്. പുതിയ പ്രതീക്ഷകൾക്ക് തുടക്കം കുറിക്കാൻ ഈ ആഘോഷങ്ങൾ സഹായകരമാകട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. മകരവിളക്കും മകരജ്യോതിസും കണ്ട് ദർശന സായുജ്യമടയാൻ ശബരിമല സന്നിധാനത്ത് ഭക്തലക്ഷങ്ങളുടെ തിരക്ക്. വൈകിട്ട് 5:30 ശരംകുത്തിയിൽ കൃഷ്ണപരുന്തിന്റെ അകമ്പടിയോടെ എത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആചാരപൂർവ്വം സ്വീകരിക്കും. വൈകിട്ട് 6:30 തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. തുടർന്ന് ആകാശത്ത് മകരനക്ഷത്രം ഉദിക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. തിരക്ക് കണക്കിലെടുത്ത് വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. മകരവിളക്കിന് മുന്നോടിയായി മന്ത്രി കെ രാധാകൃഷ്ണൻ ശബരിമല സന്നിധാനത്തെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വൈകിട്ട് കൊച്ചിയിലെത്തും. വൈകിട്ട് 5 മണിയോടെ കൊച്ചി വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി 6 മണിക്ക് കൊച്ചി നഗരത്തിൽ നടക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കും. തുടർന്ന് മറ്റന്നാൾ രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കും. സിനിമാ താരവും BJP നേതാവും മുൻ MPയുമായ സുരേഷ് ഗോപിയുടെ മകളുടേതുൾപ്പെടെ 4 വിവാഹ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് തൃപ്രയാർ ക്ഷേത്രവും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് മടങ്ങും. വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ അന്താരാഷ്ട്ര കപ്പൽ റിപ്പയറിംഗ് കേന്ദ്രം, പുതിയ ഡ്രൈ ഡോക്ക് എന്നിവ രാജ്യത്തിന് സമർപ്പിക്കും. തുടർന്ന് മറൈൻ ഡ്രൈവിൽ BJP ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ്, പരോക്ഷ നികുതി എന്നിവയുടെ പുതിയ ക്യാമ്പസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സഹകരണ സ്ഥാപനങ്ങൾ തമ്മിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക പദ്ധതിക്ക് രാജ്യവ്യാപകമായി ഇന്ന് തുടക്കമാകും. പദ്ധതി കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത് ഷാ ഗുജറാത്തിലെ ബനസ്കന്ദ ജില്ലയിലെ ദിയോദറിൽ ഉദ്ഘാടനം ചെയ്യും. സഹകരണ സ്ഥാപനങ്ങളുടെ ബാങ്ക് അക്കൌണ്ടുകൾ സഹകരണ ബാങ്കുകളിൽ തുടങ്ങാൻ പ്രേരിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൂടാതെ സഹകരണ മേഖലയിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ശ്രീ അമിത് ഷാ നിർവഹിക്കും. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. അടുത്ത 3 ദിവസങ്ങളിൽ അതിശൈത്യം രൂക്ഷമായി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ ഏറ്റവും കുറഞ്ഞ താപനില 3 മുതൽ 7 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയാം. മൂടൽമഞ്ഞും വായുമലിനീകരണവും കാരണം ജനജീവിതം ദുസ്സഹമായ ഡൽഹിയിൽ സ്കൂളുകൾ തുറന്നു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ എന്ന പുതുക്കിയ സമയക്രമത്തിലാണ് സ്കൂളുകൾ തുറന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. ഇന്ന് തിരുവനന്തപുരം ഉഴമലക്കലിൽ നടക്കുന്ന യാത്രയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കും. വൈകിട്ട് 3 മണിക്കാണ് പരിപാടി. നാളെ പത്തനംതിട്ട ജില്ലയിൽ നടക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ പങ്കെടുക്കും. തുടർന്ന് മറ്റന്നാൾ അദ്ദേഹം ശബരിമലയിൽ ദർശനം നടത്തും. എറണാകുളം ജില്ലയിൽ ഇന്ന് വടക്കേക്കരയിലും ഉച്ചകഴിഞ്ഞ് കോട്ടുവള്ളിയിലുമാണ് യാത്ര എത്തുക. ജില്ലയിലെ നഗരപ്രദേശങ്ങളിൽ രാവിലെ കൂത്താട്ടുകുളത്തും ഉച്ചകഴിഞ്ഞ് പിറവത്തുമാണ് പര്യടനം. 2 ദിവസത്തെ UAE സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ റാസൽ ഖൈമയിലെ നിരവധി വ്യാവസായിക കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. ഇന്ത്യയും UAEയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുമായി അദ്ദേഹം ചർച്ച നടത്തി. ഫെബ്രുവരി 13-ന് UAEയിലെ പ്രവാസികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കുന്ന പരിപാടിയുടെ വിശദാംശങ്ങളും കേന്ദ്രമന്ത്രി വിശദീകരിച്ചു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര മണിപ്പൂരിൽ പര്യടനം തുടരുന്നു. ഇംഫാൽ വെസ്റ്റിലെ സെക്മായിൽ നിന്നാണ് ഇന്ന് പര്യടനം തുടങ്ങിയത്. 4 ജില്ലകളിലൂടെ പര്യടനം നടത്തിയ ശേഷം ഇന്ന് വൈകുന്നേരം നാഗാലാൻഡിൽ പ്രവേശിക്കും. ഇന്നലെ മണിപ്പൂരിലെ ധൌബലിലാണ് പര്യടനം തുടങ്ങിയത്. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ദേവ്ലാലിയിൽ ഇന്ത്യൻ സൈന്യം അഭ്യാസ പ്രകടനം നടത്തി. ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി നിർമ്മിച്ച K9 വജ്ര, SP ഗൺ സിസ്റ്റം, ധനുഷ്, 105mm ഫീൽഡ് ഗൺ, ലൈറ്റ് ഫീൽഡ് ഗൺ തുടങ്ങിയവ ഉൾപ്പെടുത്തിയായിരുന്നു പ്രകടനം. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്താനും ജനകീയമാക്കുന്നതിനുമായി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു. ഈ മാസം 21 വരെ നീളുന്ന ക്യാമ്പയിന്റെ ഭാഗമായി സമസ്ത മേഖലകളിൽ നിന്നുമുള്ളവരുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തും. രാജ്യത്തെ ഓഹരി സൂചികകൾ സർവകാല റെക്കോർഡിൽ. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് ആദ്യമായി 73,000 പോയിന്റ് ഭേദിച്ചു. നിലവിൽ സെൻസെക്സ് 610 പോയിന്റ് നേട്ടത്തോടെ 73,179-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 162 പോയിന്റ് ഉയർന്ന് 22,056-ലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സ്വർണ്ണവില വർദ്ധിച്ച് പവന് 120 രൂപ കൂടി 46,520 രൂപയായി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ ബംഗളൂരുവിൽ നടക്കും. ഇന്നലെ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിന് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. PM ജന്മൻ പദ്ധതിക്ക് കീഴിൽ 1 ലക്ഷം ഗുണഭോക്താക്കൾക്കുള്ള ഭവന നിർമ്മാണ സഹായത്തിന്റെ ആദ്യ ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യുന്നു. രാജ്യം ഇന്ന് 76ാമത് കരസേനാ ദിനം ആചരിക്കുന്നു. സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സൈന്യം നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് രാഷ്ട്രപതി. തളരാത്ത അർപ്പണബോധമാണ് സൈനികരുടെ ധീരതയുടെ തെളിവെന്ന് പ്രധാനമന്ത്രി. സഹകരണ സ്ഥാപനങ്ങൾ തമ്മിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക പദ്ധതിക്ക് രാജ്യവ്യാപകമായി ഇന്ന് തുടക്കം. മകരവിളക്കും മകരജ്യോതിസും കാണുന്നതിനായി ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ
തിരുവനന്തപുരത്ത് ഇന്ന് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.